ഒരു വ്യക്തിക്ക് മെഡിറ്റേഷനിൽ 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ ആ ഈഗോ കാരണമാണ്. 100%. ആ ഈഗോയെ അവൻ തിരിച്ചറിയുന്നില്ല. അത് നിരീക്ഷണത്താൽ തിരിച്ചറിയാൻ പറ്റണം. അപ്പം അവൻ്റെ നീഡ്സുകൾ, അവൻ്റെ ഡിസയേഴ്സ്, വാണ്ട്സ്, പിന്നെ ഇൻറ്റർപ്രിട്ടേഷൻസുകൾ, ഇതിലോട്ട് പോകുമ്പോൾ ഇവനെങ്ങനെ ഇരിക്കാൻ പറ്റും? ഇതിങ്ങനെ ബൂം ചെയ്തുകൊണ്ടേ ഇരിക്കും. നീഡ്സ് ഈഗോ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ? ഈഗോ ഉള്ളതുകൊണ്ടാണ് നീഡ് വരുന്നത്. 100% അങ്ങനെയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും. ഇപ്പം രാവിലെ എനിക്ക് ഭക്ഷണം കഴിക്കണം, അതെൻ്റെ നീഡല്ലേ, അതെങ്ങനെ ഈഗോ ആകും എന്ന് നമുക്ക് തോന്നാം. എനിക്ക് അസുഖം വരുന്നു, ഞാൻ മരുന്ന് കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നത് എൻ്റെ നീഡാണ്, എനിക്ക് അസുഖം മാറേണ്ട നീഡാണ്, അപ്പോൾ അതെങ്ങനെ ഈഗോ ആകും എന്ന് തോന്നാം. അവിടെയാണ് നമ്മളുടെ ഈ റിയലൈസ്ഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സുകൾ ഭക്ഷണവും വേണ്ടാതെ, അല്ലേ, മരുന്നും വേണ്ടാതെ അവർ നിന്നൊരു തലമുണ്ടല്ലോ, അവർക്കതെങ്ങനെ ഇരിക്കാൻ പറ്റി? അവിടെ നമ്മൾ ആ അർത്ഥത്തിൽ ഈഗോയെ കാണണം. അപ്പോൾ ആ 1 പോയിൻ്റ് പോലും ഈഗോ അവിടെ വർക്കൗട്ട് ആയില്ല. ഭക്ഷണം നമുക്ക് ശരീരത്തിന് വേണ്ട സാധനമല്ലേ? ആണ്. അപ്പോൾ ശരീരം നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഭക്ഷണം അവിടെ നമ്മൾ കഴിക്കുന്നത്. ആ ആഗ്രഹം ഈഗോയാണ്. ഇത് നേരത്തെ ഈ പറയുന്ന ഗുരുക്കന്മാർ, റിയലൈസ്ഡ് ആയിട്ട് ഗുരുക്കന്മാർ അത് ഇല്ലാതെ കടന്നു പോയത് വെച്ച് കണക്ട് ചെയ്ത് നോക്കണം. എങ്കിലേ, അല്ലെങ്കിൽ നമുക്ക് അത് കൺഫ്യൂഷൻ വരും. അവർക്കത് ഞാൻ സോളാണെന്നുള്ള ചിന്ത വന്നപ്പോൾ ഭക്ഷണം പോലും വേണ്ട എന്നുള്ളതായി. സോളിന് ഭക്ഷണം വേണ്ട. അപ്പോൾ അത്രയും ആ അർത്ഥത്തിൽ ഈഗോയെ നമ്മൾ കാണാൻ പറ്റണം. അത് ഒരു ഉദാഹരണത്തിനൊരു സ്റ്റോറി പറയാം. കൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് നാരദൻ എന്നറിയാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട്, നാരദൻ ആയ ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ. അപ്പോൾ അതൊരു ഈഗോയാണ്. ഏറ്റവും വലിയ ഭക്തനെ ചിന്തിച്ച് അതൊരു ഈഗോയാണ്. അപ്പോൾ ഈഗോയ്ക്ക് പല അർത്ഥമുണ്ട്. ആ രീതിയിൽ എടുക്കണം. അയാൾ വളരെ സാത്വികനാണ്, വളരെ ഹൈലി സ്പിരിച്വലാണ്. പക്ഷേ ഞാൻ വലിയ ഭക്തനെ ചിന്തിച്ചപ്പോൾ എന്ത് പറ്റും? അത് ഈഗോ ആയില്ലേ? അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഭഗവാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ്, ഭൂമിയിൽ എൻ്റെ ഒരു വലിയ ഭക്തനുണ്ട്, പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഇയാളടുത്ത് തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ ഭക്തനല്ലേ എന്നുള്ള ഫസ്റ്റ് ഒരു കൊട്ട് കിട്ടി. ശരി, കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് നേരെ പോയപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വളരെ ക്ഷീണിതനായിട്ടുള്ള, എണീക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളെ കണ്ടു. അപ്പം ഇയാളുടെ ഉള്ളിൽ തോന്നി, ഇയാളെങ്ങനെ വലിയ ഭക്തനാവും? അപ്പം ഇയാളുടെ പാസ്റ്റ്, ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആളുടെ പാസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് നമ്മുടെ നാരദൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ യോദ്ധാവായിരുന്നു, എല്ലാം പിടിച്ചടക്കണം എന്നുള്ള ചിന്തയിൽ നടന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഒരു സന്യാസിയെ കാണുന്നു. സന്യാസിയോടുള്ള കുറച്ച് നേരമുള്ള സമ്പർക്കം കാരണം ഈശ്വരനെ പറ്റി അറിയുന്നു. അങ്ങനെ ആ ഒരു പാത്ത് മതി എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ധ്യാനവും ഈശ്വര ചിന്തയായിട്ട് അയാളിങ്ങനെ കഴിഞ്ഞു കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നി, ഒന്നിനെ ഉപദ്രവിക്കാൻ പാടില്ല, അഹിംസ എന്ന് പറയുന്ന ഇത്, ഹിംസിക്കാൻ പാടില്ല, ഒന്നിനെ ഹിംസിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭക്ഷണശൈലി ഇതെല്ലാം മാറി, എല്ലാം ഇയാൾ പോലെ അറിയാതെ ഇയാൾ ചേഞ്ചായി വരികയാണ്. അങ്ങനെ ഒന്നിനെയും ഹിംസിക്കാൻ പാടില്ല, എന്ത് കഴിക്കും? അപ്പം ഇയാൾ ചിന്തിച്ച് പുല്ലൊക്കെ കഴിക്കാം, വേറെ ഒന്നും കഴിക്കുന്നില്ല. ഇയാൾ പുൽച്ചെടികളൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പം അത്രയും രീതിയിൽ അയാൾ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അയാൾ ചിന്തിച്ചു, ഞാൻ പുല്ല് പറിക്കാൻ നേരത്ത്, നടന്നു പോകുന്ന നേരത്ത് ഇതൊക്കെ മരിച്ചു പോവില്ലേ, ഉറുമ്പുകളും കാര്യങ്ങളൊക്കെ മരിച്ചു പോവില്ലേ? ഞാൻ പുല്ലായിരിക്കും കഴിക്കുന്നത്, പുൽച്ചെടിയായിരിക്കും കഴിക്കുന്നത്, പക്ഷേ അത് കാരണം ഞാൻ നടക്കുമ്പോൾ ഇതൊക്കെ മരിച്ചു പോവുകയാണ്. പുഴു മരിക്കാം, ഉറുമ്പുകൾ മരിക്കാം. അതുകൊണ്ട് എന്താണ്, ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ടുള്ളത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചുരുക്കി വരികയാണ്. ചുരുക്കി വന്നിട്ട് എന്താണ്, അവസാനം ഇയാൾക്ക് കഴിക്കാനൊന്നുമില്ല. ആ അവസ്ഥയായി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആ മരത്തിൻ്റെ ചുവട്ടിൽ പുൽച്ചെടികളൊന്നും കാണില്ല. വളരെ ലിമിറ്റഡായി ഭക്ഷണം. അങ്ങനെ ഈ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒരവസ്ഥയിലെത്തി.
അത്രമാത്രം സാത്വികതയിലോട്ട് അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് റീവൈൻഡ് ചെയ്ത് ഇങ്ങനെ കാണുകയാണ് ഈ നാരദൻ. എന്നിട്ട് വീണ്ടും ഇതേ നോക്കിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാനൊന്നും അല്ല ഇയാളുടെ ഫ്രണ്ടിൽ എന്നുള്ള നാരദന് ബോധ്യമായി. എന്നിട്ട് വീണ്ടും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു വലിയ വാള്, ധൈര്യം എണീറ്റ് നിൽക്കാനേ വയ്യ, അവിടെ ഒരു വാളും കൂടെ അയാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആരെയും ഉപദ്രവിക്കാത്ത, ആരെയും കൊല്ലണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്തിനീ വാള് വെച്ചിട്ട് നടക്കണം? ഇത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി തോന്നി. ഭഗവാൻ പറഞ്ഞത് എന്താണ്? എൻ്റെ ഒരു ഭക്തനുണ്ട്, പോയി കണ്ടിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ ഇയാളുടെ അടുത്ത് പോയി സംസാരിക്കാതിരിക്കാൻ ഇദ്ദേഹത്തിന് പറ്റാതെയായി. അപ്പം നേരെ പോയി ചോദിച്ചിട്ട്, അങ്ങേ കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നാരദനാണ് എന്ന് ആദ്യമേ പറഞ്ഞില്ല. എന്നിട്ട് ചോദിച്ച് അതിൻ്റെ കാര്യം എന്താണ്, ഈ വാൾ എന്താണെന്ന് അറിയണമല്ലോ, ആ ക്യൂരിയോസിറ്റി ഇരിക്കുകയാണ്. ചോദിച്ച് ഈ വാൾ എന്തിനാണ് കയ്യിൽ കൊണ്ട് കിടക്കുന്നത് ചോദിച്ചു. അപ്പം പറഞ്ഞ് എനിക്കൊരാളെ കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം താങ്കൾ ആരെയും ഉപദ്രവിക്കാത്ത ഒരാളല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് കൊല്ലാൻ നോക്കുന്നത്? ആരെയാണ് കൊല്ലാൻ നോക്കുന്നത് ചോദിച്ചു. അപ്പോൾ നാരദനെയാണ് കൊല്ലാൻ നോക്കുന്നത് പറയും. അപ്പോൾ ഈ നാരദൻ പറയുമോ ഞാൻ നാരദനാണെന്ന്? ഇനി ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ചോദിച്ചാൽ അല്ല, എന്തിനാണ് ഈ നാരദനെ കൊല്ലുന്നത്? അത് എൻ്റെ ഭഗവാനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം അത് അദ്ദേഹത്തിന് എന്തുമാത്രം ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ ഭഗവാനെ ഒരു രീതിയിലും ആരും ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ നിരന്തര വിളി അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഇദ്ദേഹം ചിന്തിക്കുന്ന എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇയാൾ പരമസാത്വികമായ ഒരു അവസ്ഥയിലോട്ട് പോയി. അപ്പം ഭഗവാന്റെ വെൽഫെയറിന് വേണ്ടി ഇയാളെ കൊല്ലുന്നതിന് കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇയാൾ ചിന്തിക്കുന്നത്. ഇതിൽ കൊല്ലാനൊന്നും പോകുന്നില്ല, പക്ഷേ നമ്മളവിടെ ഇത് ഓരോ കഥകളും നമ്മൾ എന്തിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ചിന്തിക്കാവൂ. എങ്കിൽ മാത്രമേ ആ തത്വം ഗ്രഹിച്ചാലേ നമുക്ക് പിടി കിട്ടുള്ളൂ. ആ ലെവലിൽ ഇയാൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു കൊട്ട് കിട്ടി ആർക്ക്? നാരദന്. അപ്പോഴാണ് സ്വയം ചിന്തിച്ചത്, ഞാൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനെന്ന് ചിന്തിച്ചത് ഏത് തരം ഈഗോ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈഗോയ്ക്ക് ഇങ്ങനെ പല ലെവലുകളുണ്ട്. അപ്പോൾ ഈ വ്യക്തിയിൽ ഒരു ഈശ്വര, അതായത് ആ യോദ്ധാവ് എന്ന് പറഞ്ഞില്ലേ, അയാളിലൊരു പരിണാമം വന്ന് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഈഗോ എന്തുമാത്രം മെൽട്ടായി വന്നു ആലോചിച്ചു. അപ്പം സ്പിരിച്വലി വരുമ്പോൾ ഈഗോയ്ക്ക് പല മാനങ്ങളുണ്ട്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുക. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ, അതും ഒരു ഈഗോയിൽ നിന്ന് വരുന്നതാണ്. ഇയാൾ ഉണക്കപ്പുല്ല് വരെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ ഈഗോയുടെ ചേഞ്ചാണ് ചോയ്സിൽ വ്യത്യാസം വന്നത്.